സാധാരണയായി അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരെയും താൽക്കാലിക വിസയിൽ എത്തുന്നവരെയുമാണ് US ഭരണകൂടം നിയന്ത്രണങ്ങളോടെ തടയാറുള്ളത്. എന്നാൽ ചരിത്രത്തിലാദ്യമായി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ നിയമപരമായി അനുമതിയുള്ള, അതായത് ഗ്രീൻ കാർഡ് കൈവശമുള്ളവർക്ക് നേരെ പോലും കടുത്ത വിലക്കുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന മാരകമായ എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഈ അടിയന്തര നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കോങ്കോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച വിദേശ പൗരന്മാർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിസ വിലക്ക് ഇപ്പോൾ ഗ്രീൻ കാർഡ് ഹോൾഡർമാർക്കും ബാധകമാക്കിയിരിക്കുന്നു. അമേരിക്കയുടെ പൊതുജനാരോഗ്യവും ദേശീയ സുരക്ഷയും സംരക്ഷിക്കാനാണ് ഈ കടുത്ത നീക്കമെന്നാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നത്. എന്നാൽ നിയമപരമായി അമേരിക്കയിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ വലിയ ആശങ്കയാണ് ഈ ഉത്തരവ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് ഈ പുതിയ ഉത്തരവ്? ആർക്കൊക്കെയാണ് ഇതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരിക? എന്തുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം ഗ്രീൻ കാർഡ് ഉടമകൾക്കെതിരെ ഇത്തരമൊരു നിലപാടെടുത്തതെന്ന് നമുക്ക് നോക്കാം. അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റും പൊതുജനാരോഗ്യ വിഭാഗവും സംയുക്തമായാണ് ഈ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പുതിയ നിയമപ്രകാരം കഴിഞ്ഞ 21 ദിവസത്തിനുള്ളിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നീ 3 ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കുകയോ അവിടെ താമസിക്കുകയോ ചെയ്ത ഗ്രീൻ കാർഡ് ഉടമകൾക്ക് താൽക്കാലികമായി അമേരിക്കയിലേക്ക് മടങ്ങി വരാൻ സാധിക്കില്ല. നേരത്തെ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സാധാരണ വിസ അപേക്ഷകർക്കും വിദേശ പാസ്പോർട്ട് ഉടമകൾക്കും മാത്രമായിരുന്നു വിലക്കെങ്കിൽ ഇപ്പോഴത് പൂർണ്ണമായും ഗ്രീൻ കാർഡ് ഉടമകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. 21 ദിവസം എന്നത് എബോള വൈറസിന്റെ കൃത്യമായി ഇൻക്യുബേഷൻ പീരീഡ് ആണ് എന്നത് കണക്കിലെടുത്താണ് ഈ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. US CDC പുറത്തുവിട്ട ഔദ്യോഗിക രേഖകളിൽ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അമേരിക്കൻ പൗരന്മാരെ അപേക്ഷിച്ച് ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് അമേരിക്കയ്ക്ക് പുറത്തുള്ള തങ്ങളുടെ ജന്മനാടുകളിലെ കുടുംബങ്ങളുമായും കമ്മ്യൂണിറ്റികളുമായും കൂടുതൽ ശക്തമായ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മാരകമായ ഒരു പകർച്ചവ്യാധി അമേരിക്കൻ മണ്ണിലെത്തിയാൽ അത് തടയുക എന്നത് കനത്ത സാമ്പത്തിക ബാധ്യതയും പ്രത്യേക ഐസൊലേഷൻ സൗകര്യങ്ങൾ ആവശ്യമായി വരുന്നതുമായ കാര്യമാണ്. വിഭവങ്ങളുടെ പരിമിതിയും രോഗവ്യാപന സാധ്യതയും മുൻനിർത്തിയാണ് ഗ്രീൻ കാർഡ് ഹോൾഡർമാരുടെ പ്രവേശനം താൽക്കാലികമായി തടയാൻ CDC ഡയറക്ടർക്ക് പ്രത്യേക അധികാരം നൽകിയിരിക്കുന്നത്. ഈ യാത്രാ വിലക്കിന് തൊട്ടു പിന്നാലെ വിസ വിതരണ രംഗത്തും അമേരിക്ക വലിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോങ്കോയുടെ തലസ്ഥാനമായ കിൻഷാസ, ഉഗാണ്ടയുടെ തലസ്ഥാനമായ കാമ്പാല, സൗത്ത് സുഡാന്റെ തലസ്ഥാന ജുബ എന്നിവിടങ്ങളിലെ US എംബസികളിൽ വിസ നടപടികൾ ഇതിനോടകം തന്നെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ പുതിയ ഉത്തരവോടെ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ രാജ്യങ്ങൾ സന്ദർശിച്ച ലോകത്തിലെ ഏത് പൗരനാണെങ്കിലും അവർക്ക് പുതിയ US വിസ അനുവദിക്കില്ലെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെ ആകെ പിടിച്ചുലച്ച COVID-19 മഹാമാരിയുടെ പ്രാരംഭഘട്ടത്തിൽ അമേരിക്ക സ്വീകരിച്ച അതേ കടുത്ത പ്രതിരോധ നടപടികളിലേക്കാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ വീണ്ടും നീങ്ങുന്നത്. അന്ന് കോവിഡിന് ഫലപ്രദമായ വാക്സിനുകൾ ലഭ്യമാകാതിരുന്ന സമയത്ത് അതിർത്തികൾ അടച്ചിട്ടതുപോലെ എബോള വൈറസ് രാജ്യത്തിനുള്ളിലേക്ക് കടക്കാതിരിക്കാൻ കൂടുതൽ മുൻകരുതൽ എടുക്കുകയാണ് അമേരിക്ക. അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: അമേരിക്കൻ ജനതയുടെ ആരോഗ്യവും പൊതുജന സുരക്ഷയും ഉറപ്പുവരുത്താൻ വിസ പ്രക്രിയയിൽ ഏറ്റവും ഉയർന്ന മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഞങ്ങൾ ഉദ്യോഗസ്ഥർ ബാധ്യതരാണ്. അതുകൊണ്ട് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും സുരക്ഷാ കാര്യങ്ങളിൽ ട്രംപ് സർക്കാർ തയ്യാറല്ല എന്ന കൃത്യമായ സൂചനയാണ് പുറത്തുവരുന്നത്. എന്നാൽ ഗ്രീൻ കാർഡ് ഹോൾഡർമാരെ ഇത് സ്ഥിരമായി വിലക്കുന്ന ഒന്നല്ലെന്നും എബോള ഭീഷണി കുറയുന്നതോടെ ഇവർക്ക് മടങ്ങി വരാൻ സാധിക്കുമെന്നും CDC അല്പം ആശ്വാസം നൽകുന്ന രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതു മുതൽ അമേരിക്കൻ ഇമിഗ്രേഷൻ രംഗത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കടുത്ത അമേരിക്ക ഫസ്റ്റ് നയങ്ങളുടെ തുടർച്ചയായി വേണം ഇതിനെ വിലയിരുത്താൻ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിയമപരമായ കുടിയേറ്റത്തിന്റെ വഴികളെല്ലാം തന്നെ അമേരിക്ക ഒന്നൊന്നായി അടച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകളും ഞെട്ടിക്കുന്നതാണ്. ട്രംപ് ഭരണകൂടം വീണ്ടും അധികാരമേറ്റ ശേഷം ഇതുവരെ 1 ലക്ഷത്തിലധികം നിലവിലുള്ള വിസകളാണ് റദ്ദാക്കിയത്. അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായി രാജ്യത്ത് കഴിഞ്ഞിരുന്ന 6 ലക്ഷത്തിലധികം പേരെ നാടുകടത്തുകയും 2.5 മില്യണിലധികം വിദേശികൾ ഭയം കാരണം സ്വമേധയാ അമേരിക്ക വിട്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെയാണ് കഴിഞ്ഞ ജനുവരിയിൽ 75 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ വിസകൾ ട്രംപ് ഭരണകൂടം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചത്. അമേരിക്കൻ ജനതയുടെ നികുതി പണവും ക്ഷേമ പദ്ധതികളും വിദേശികൾ ചൂഷണം ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് ബ്രസീൽ, റഷ്യ, ഇറാൻ, സൊമാലിയ ഉൾപ്പെടെയുള്ള 75 രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം പൂർണ്ണമായി നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഓരോ നീക്കങ്ങളും നടക്കുന്നത്. അമേരിക്കയിൽ താൽക്കാലിക വിസകളിൽ കഴിയുന്ന വലിയൊരു വിഭാഗം പ്രൊഫഷണലുകളെ, പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ഇന്ത്യൻ IT വിദഗ്ധരെയും ഇത് ആശങ്കയിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് USCIS മറ്റൊരു സുപ്രധാന നിയമം കൊണ്ടുവന്നത്. താൽക്കാലിക വിസയിൽ US-ൽ കഴിയുന്നവർ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കണമെങ്കിൽ ഇനി മുതൽ തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ് ആ നിയമം. അമേരിക്കയുടെ ഇമിഗ്രേഷൻ സംവിധാനത്തിലെ ലൂപ്പ് ഹോളുകൾ അല്ലെങ്കിൽ നിയമപരമായ വിടവുകൾ ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കാനാണ്
ഈ നീക്കമെന്നാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നത്. എന്നാൽ വർഷങ്ങളായി അമേരിക്കയിൽ ജോലി ചെയ്ത് അവിടെ നികുതി അടച്ച് ജീവിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ ബിസിനസ് പ്രമുഖനായ ശ്രീധർ വെമ്പു ഉൾപ്പെടെയുള്ളവർ അമേരിക്കയിലുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകളോട് സ്വന്തം മാതൃരാജ്യത്തേക്ക് മടങ്ങി വരാനും ഇന്ത്യയുടെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കാനും ആഹ്വാനം ചെയ്തത്. ഒരു വശത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ പേരിൽ ഗ്രീൻ കാർഡ് ഉള്ളവരെ പോലും തടയുമ്പോൾ മറുഭാഗത്ത് സാമ്പത്തിക നിബന്ധനകൾ കടുപ്പിച്ച് സാധാരണക്കാരായ കുടിയേറ്റക്കാരെ അമേരിക്ക പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ കോങ്കോയിലെയും ഉഗാണ്ടയിലെയും എബോള ഭീഷണിയെ മുൻനിർത്തി അമേരിക്ക പ്രഖ്യാപിച്ച ഈ പുതിയ യാത്രാ വിലക്ക് വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ അമേരിക്കൻ അതിർത്തികൾ എന്നത്തേക്കാളും കൂടുതൽ ശക്തവും അപ്രാപ്യവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിദേശികൾക്ക് ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിൽ പോലും സുരക്ഷയോടെയോ ആരോഗ്യത്തിന്റെയോ പേരിൽ എപ്പോൾ വേണമെങ്കിലും രാജ്യാതിർത്തിക്ക് പുറത്തു നിർത്താം എന്ന പുതിയൊരു കീഴ്വഴക്കമാണ് ഈ ഉത്തരവിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് തങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് വൈറ്റ് ഹൌസ് ആവർത്തിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണെന്ന കടുത്ത വിമർശനവും ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ എബോള വൈറസിന്റെ വ്യാപനം കുറയുന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ താൽക്കാലിക വിലക്കുകളുടെ ഭാവി.